മൊസാംബിക്കിലെ ബോട്ട് അപകടത്തിൽ മരിച്ച പിറവം സ്വദേശി ഇന്ദ്രജിത്ത് സന്തോഷിന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. ഏജൻസി വഴി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കയ്യിലെ ടാറ്റുവാണ് ഇന്ദ്രജിത്തിന്റെ മൃതദേഹം തിരിച്ചറിയാൻ നിർണായകമായത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ബോട്ട് മുങ്ങി അപകടം സംഭവിക്കുന്നത് കഴിഞ്ഞ 16-ാം തീയതിയാണ്. ഇക്കഴിഞ്ഞ 16-നാണ് മൊസാംബിക്കിൽ ഒരു വലിയ ബോട്ട് ദുരന്തമുണ്ടാകുന്നത്. ഈ ബോട്ടിനുള്ളിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തിയാണ് പിറവം സ്വദേശിയായ ഇന്ദ്രജിത്ത് സന്തോഷ്. 22 വയസ്സായിരുന്നു. ഇന്ദ്രജിത്തിന്റെ മൃതദേഹം 29-ാം തീയതിയാണ് കണ്ടെടുത്തിരുന്നത്. പ്രതികൂല കാലാവസ്ഥയാണ് ഈ ബോട്ട് ഈ കപ്പലിന് അടുത്ത് എത്തിയപ്പോൾ മുങ്ങുവാൻ കാരണമായത് എന്നതാണ് ഒരു നിഗമനം. ഇത്രയും ദിവസമായി 16-ാം തീയതി സംഭവിച്ച ഇൻസിഡൻ്റാണ്. പക്ഷേ ഒത്തിരി നീണ്ടുപോയെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസവാക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മൃതദേഹം തിരിച്ചറിയാൻ ഏറെ നിർണായകമായത് ഇന്ദ്രജിത്തിന്റെ ശരീരത്തിലുള്ളൊരു ടാറ്റു ആയിരുന്നു. ഏതായാലും ഷാർജ ആസ്ഥാനമായുള്ള ഈ ഏരീസ് മറൈൻ സർവീസ് എന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇന്ദ്രജിത്ത്. ഒരു ഏജൻസി വഴി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ഇനി അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങൾ കിട്ടണം. ഞായറാഴ്ചയോടുകൂടി തന്നെ വീട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ കൂടെ ഉണ്ടായിരുന്ന കൊല്ലം സ്വദേശി മൃതദേഹം നേരത്തെ തന്നെ നാട്ടിലെത്തിച്ച് സംസ്കരിച്ചിരുന്നു.